ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, സർക്കാർ ഉദ്യോഗം എന്ന നിങ്ങളുടെ സ്വപ്നത്തിന് നിറം മങ്ങാതിരിക്കട്ടെ. കൂടുതൽ കരുത്തോടുകൂടി ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ. അതിന് ചലഞ്ചർ ആപ്പിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് BNSന്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭാരതീയ ന്യായ സംഹിത അഥവാ BNS ഇന്ത്യയിൽ 2023 പാർലമെന്റ് പാസാക്കിയ സുപ്രധാനമായ ഒരു നിയമമാണ്. പഴയ IPCയെ മാറ്റിമറിച്ചുകൊണ്ട് വന്ന നിയമമാണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ, അതായത് BNSന്റെ ആദ്യ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ പറഞ്ഞു. IPCയും BNSുമായിട്ടുള്ള ചെറിയൊരു കമ്പാരിസൺ ഒക്കെ നമ്മളവിടെ പറഞ്ഞു. BNSുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ സെക്ഷൻസ് ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായി ആ ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ രണ്ടാമത്തെ ക്ലാസ് കാണണം എന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ക്ലാസ് കാണാത്തവർ ഈ ക്ലാസ് കണ്ടുപോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം കണ്ടിന്യൂവേഷന്റെ പ്രശ്നം വരുന്നില്ല. ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നെയാണ്. നമ്മൾ അവിടെ ഒരു ടോപ്പിക്ക് തീർത്തു. ആദ്യ ഏരിയ മൊത്തം നമ്മൾ തീർത്തു വെച്ചു. 11ാമത്തെ സെക്ഷൻ വരെ നമ്മളവിടെ പഠിച്ചു വെച്ചു. ഇനി ഈ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിക്കേണ്ടുന്ന ഒരു ഏരിയ ആണ് ജനറൽ എക്സെപ്ഷൻസ് അഥവാ പൊതു ഒഴിവാക്കലുകൾ. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന IPCയിൽ പഠിക്കാനുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ടോപ്പിക്കിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. നോക്കൂ, നമ്മൾ ഈ പൊതു ഒഴിവാക്കലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ സെക്ഷൻ വരുന്നത് 14 മുതൽ 44 വരെ. IPCയിൽ 76 മുതൽ 106 വരെയാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ സിലബസിൽ 76 മുതൽ 106 വരെയുള്ള IPC സെക്ഷനിൽ ഏതാണ്ട് 8ഓളം സെക്ഷൻ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിലബസിൽ BNSലേക്ക് വന്നപ്പോൾ ഇതിലെ 14 മുതൽ 44 വരെയുള്ള സെക്ഷനും നമ്മൾ പഠിക്കണം. സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. അയ്യോ, ഒരുപാട് സെക്ഷൻ പഠിക്കാനുണ്ട് എന്ന് വിചാരിക്കേണ്ട. കാരണം പഠിക്കാനുള്ളതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. സമയം കളയുന്നില്ല, ഞാൻ ക്ലാസ്സിലേക്ക് തന്നെ കടക്കുന്നു. എല്ലാവരും ശ്രദ്ധാപൂർവം ഇരിക്കുക. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. പൊതു ഒഴിവാക്കലുകൾ. പൊതു ഒഴിവാക്കലുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഒരു കുറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു കുറ്റം ചെയ്തു ഒരു വ്യക്തി, അപ്പൊ ആ കുറ്റാരോപിതനായി, കുറ്റം ചെയ്തോ ചെയ്തില്ലോ ആയിക്കോട്ടെ, ഒരു കുറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കുറ്റം ചെയ്തതായിട്ട് ഒരാളെ ആരോപിക്കുന്നു. നമ്മൾ കുറ്റാരോപിതൻ, കുറ്റക്കാരനാണോ അല്ലയോ നമുക്കറിയില്ല. കുറ്റാരോപിതന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണം. ഒരാളങ്ങനെ കുറ്റം ആരോപിച്ചാൽ പോരല്ലോ, അയാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണം. അങ്ങനെ ആ അവസരം നൽകുമ്പോൾ ചിലപ്പോൾ അയാൾ ഒരു പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി നിയമപരമായി ഉത്തമ വിശ്വാസത്തോടുകൂടി ആണ് അയാൾ ഗുണകരമാകട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ അയാൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതാണ് പൊതു ഒഴിവാക്കലുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ, ആ കുറ്റകൃത്യം ചെയ്തത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള ഇന്റൻഷൻ എന്താണ്, ആ വ്യക്തി അത് ചെയ്യാൻ കാരണം എന്താണ്, അത് ഉത്തമ വിശ്വാസത്തോടുകൂടി മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ വേണ്ടി ചെയ്തതാണ് എങ്കിൽ പല കുറ്റങ്ങളും പല പ്രവൃത്തികളും കുറ്റം അല്ലാതായി മാറുന്നു, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അങ്ങനെയുള്ള ചില ഒഴിവാക്കലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. ഈ 14 മുതൽ 44 വരെയുള്ള സെക്ഷൻ പഠിക്കണം. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കണം. ഞാൻ തുടങ്ങുകയാണ്. IPCയിൽ 76 മുതൽ 106 വരെ ആയിരുന്നു. അതുകൊണ്ട് മനസ്സിൽ കിടന്നോട്ടെ. എന്നാൽ BNSൽ 14 മുതൽ 44 വരെയാണ് പൊതു ഒഴിവാക്കലുകളെ കുറിച്ച് പറയുന്നത്. ഓരോന്നെടുക്കാം.
ആദ്യം പറയുന്നത് ഒരേ നേച്ചറിലുള്ള കുറ്റകൃത്യമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരേ നേച്ചറിലുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അതിനെ 2 സെക്ഷൻ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്, ഒരുമിച്ച് പറയണം, ഒന്നൊന്നായി പഠിക്കാം. 14ഉം 17. 14 മുതൽ 17 വരെ എന്ന് പറയരുത്, തെറ്റാണ്. 15ഉം 16ഉം നമ്മൾ പിന്നീട് പഠിക്കും. ഇത് 14ഉം 17ഉം സെക്ഷനിൽ പറയുന്ന എന്താണ്? മിസ്റ്റേക്സ് ഓഫ് ഫാക്ട്സിനെ കുറിച്ചാണ്. വസ്തുതാപരമായ തെറ്റ്, മിസ്റ്റേക്സ് ഓഫ് ഫാക്ട്സ്, വസ്തുതാപരമായ തെറ്റിനെ കുറിച്ചാണ് 14ലും 17ലും നമ്മൾ പ്രതിപാദിക്കുന്നത്, പഠിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം 14ലേക്ക് വരാം. എന്താണ് വസ്തുതാപരമായിട്ടൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിക്കുന്നു, പക്ഷെ അത് കുറ്റകരമാകുന്നില്ല എന്നുള്ള കാര്യം പറയാണ് 14ൽ. പിന്നെ 17ലും അങ്ങനെ ഒരു കാര്യം പറയും. 14ൽ പറയും, നോക്കൂ, നിയമം മൂലം നിർബന്ധിതനായ അല്ലെങ്കിൽ നിയമപ്രകാരം നിർബന്ധിതനാണെന്ന് തെറ്റിദ്ധരിച്ച ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അത് കുറ്റകരമാകുന്നില്ല. അത് ചിലപ്പോൾ ആർക്കെങ്കിലും ഹാനി സംഭവിച്ചാലും അത് കുറ്റകരമാകുന്നില്ല. എന്താണെന്ന് ഞാൻ പറയാം. നിയമപരമായി ഒരു പ്രവൃത്തി ചെയ്യാൻ താൻ ബാധ്യസ്ഥനാണെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യവും കുറ്റകൃത്യമല്ല. അതായത് നിയമം മൂലം ഞാൻ ബന്ധിതനാണ് ഈ പ്രവൃത്തി ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഉത്തമ വിശ്വാസത്തോട് എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കുന്നു. പക്ഷെ അത് ആർക്കെങ്കിലും ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറ്റവാളിയല്ല. എന്തുകൊണ്ട് ഞാൻ കുറ്റവാളിയല്ല? ഞാൻ നിയമപരമായി എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അത് ആർക്കെങ്കിലും ദോഷം വന്നുവെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല, അത് എന്നെ കൊണ്ട് ചെയ്യിച്ച നിയമത്തിന്റെ കുറ്റമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം. അതായത് തന്റെ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് പ്രകാരം ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുന്ന ഒരു പട്ടാളക്കാരൻ വാസ്തവത്തിൽ കുറ്റം ചെയ്യുന്നുണ്ടോ? ഒരു കുറ്റവും ചെയ്യുന്നില്ല. ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ അയാളുടെ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് പ്രകാരം ജനക്കൂട്ടത്തിന് നേരെ ഫയർ ചെയ്യാനായിട്ട് ഉത്തരവിട്ടു. അയാൾ ഫയർ ചെയ്തു, ഒരാൾ മരിച്ചു, വെടിയേറ്റ ഒരാൾ മരിച്ചു. ഈ വെടിവെച്ചയാൾ കുറ്റക്കാരനാണോ? ഒരിക്കലുമല്ല. നിയമത്താൽ ബന്ധിതനായി അയാൾ ആ പ്രവൃത്തി ചെയ്തതാണ്. നിങ്ങളൊക്കെ ഇപ്പൊ നോക്കൂ, നിങ്ങൾ പോലീസ് ഫോഴ്സിലേക്ക് കടന്നു ചെല്ലുന്നു, പോലീസ് ഉദ്യോഗസ്ഥരായി മാറുന്നു. നിങ്ങളെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു സമരത്തെ നിയന്ത്രിക്കാനായിട്ട് ഡ്യൂട്ടിക്ക് ഇടുന്നു. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, സമരം പ്രഖ്യാപിച്ച സംഘടന വലിയ സംഘബലത്തോടു കൂടി തന്നെ അവിടെ വരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, നിങ്ങളെ നേരെ ആക്രോശിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആത്മസംയമനത്തോടെ തന്നെ നിൽക്കണം. നമ്മൾ പോലീസ് ആക്ടിൽ പറഞ്ഞതാണ്, എത്ര പ്രകോപനം ഉണ്ടായാലും നമ്മൾ പരമാവധി പ്രകോപനം കൂടാതെ നിൽക്കണം. പോലീസ് ആക്ടിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ പറയുന്നു, ഒരു ഉത്തരവിടുന്നു, ചാർജ്, ലാത്തി ചാർജ്, അടിച്ചു നിരത്തൂ എന്ന് ഉത്തരവിടുന്നു. നിങ്ങൾ പെട്ടെന്ന് അവിടെ കൂടിയുന്നവരെയൊക്കെ അടിച്ച് ഓടിക്കുന്നു. അതിലാരെങ്കിലും കാല് പൊട്ടുന്നു, കൈ പൊട്ടുന്നു, റോഡിൽ വീഴുന്നു, അവരെ തൊലി അടർന്നു പോകുന്നു, അല്ലെങ്കിൽ കൈയൊടിയുന്നു. പല രീതിയിൽ അവർക്ക് അപകടം സംഭവിച്ചു. നിങ്ങൾ അടിച്ചത് കൊണ്ടാണ്? നിങ്ങൾ കുറ്റക്കാരനാണോ? ഒരിക്കലുമല്ല. നിയമത്താൽ ബന്ധിതമായി നിങ്ങൾ ചെയ്തതാണ്. അത് ചെയ്തില്ലെങ്കിലേ നിങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാവുകയുള്ളൂ. കണ്ട, അപ്പൊ ഇവിടെ നോക്കൂ, നിയമം മൂലം നിർബന്ധിതനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞാൻ നിയമം മൂലം നിർബന്ധിതനാണെന്ന് തെറ്റിദ്ധരിച്ചും ചിലപ്പോൾ ചെയ്യും. അത് അയാൾ ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതാണ്, ബോധ്യപ്പെടുത്തിയാൽ മതി. അങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ അത് കുറ്റകരമാകുന്നില്ല. അയാൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ജനറൽ എക്സെപ്ഷൻ ആണ്. 14 സെക്ഷൻ 14 മറക്കാതിരിക്കുക. BNS സെക്ഷൻ 14 പറയുന്നു, നിയമത്താൽ നിർബന്ധിതനായ അല്ലെങ്കിൽ നിയമത്താൽ ബന്ധിതനായ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ഉത്തമ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും കുറ്റകരമാകുന്നില്ല. അത് കുറ്റത്തിന് ഒഴിവാക്കപ്പെടും. ക്ലിയർ ആയല്ലോ? ഇനി 17 കൂടെ പറഞ്ഞിട്ട് 15ഉം 16ലേക്ക് പോകാം. ഇത് രണ്ടും ഒരുമിച്ച് പറയണം. 17 ഇതേപോലെയാണ്. നിയമപ്രകാരം ന്യായീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയും കുറ്റക്കാരനാകുന്നില്ല. നിയമപ്രകാരം അതായത് ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നത്, ഈ ഉദ്യോഗസ്ഥന്റെ കാര്യമൊന്നല്ല ഞാൻ പറയും, ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നത് നിയമപരമായി ന്യായീകരിക്കാൻ അയാൾക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയല്ല. നോക്കൂ, നിയമപ്രകാരം ന്യായീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ സ്വയം തെറ്റിദ്ധരിച്ച്, അത് കൂടെ ചേർക്കാം. നിയമപ്രകാരം ഞാൻ ചെയ്യേണ്ടതാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു ബീച്ചിൽ പോയി എന്ന് വിചാരിക്കുക.
നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ പോയി ഒന്ന് കണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബീച്ചിൽ ചെന്നപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ ഒരാൾ വേറൊരാളെ മാരകമായി മർദ്ദിക്കുന്നു. അടിച്ച് അവനെ അവശനാക്കി നിൽക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറത്ത് നോക്കി നിൽക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? ഉടനെ ഓടി ചെന്നിട്ട് ഈ അടിക്കുന്ന വ്യക്തിയെ പിടിച്ചു മാറ്റുന്നു. അയാൾ അടിക്കാൻ സമ്മതിക്കുന്നില്ല. പിടിച്ചങ്ങോട്ട് മാറ്റി വളരെ ആക്രോശിച്ചുകൊണ്ട് നിങ്ങൾ അയാളെ അങ്ങ് പിടിച്ചു മാറ്റുന്നു. ഈ സമയത്ത് ചിലപ്പം ആ അടി കൊണ്ട് കിടക്കുന്ന വ്യക്തി ഓടിപ്പോയി ഈ അടിച്ച വ്യക്തിയുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ നിൽക്കണം. അവരെ ആരെങ്കിലും ആക്രമിച്ചു എന്ന് വിചാരിക്കുക. ആക്രമിച്ചാലും ഇല്ലെങ്കിലും ഈ ഉദാഹരണം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ പിടിച്ചു മാറ്റിയത് എന്തിനാണ്? അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ അത് തടയാൻ നിയമപരമായി എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് ഞാൻ ചെയ്യുന്ന ആ പ്രവൃത്തി നിയമപരമായി എനിക്ക് ന്യായീകരിക്കാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് ഇയാളെ പിടിച്ചു മാറ്റിയത്. പക്ഷെ അവിടെ ഒരു തകരാറുണ്ട്. അവിടെ നമുക്കൊരു തകരാറ് സംഭവിച്ചു. എന്താണെന്നറിയാമോ? ആ വ്യക്തി എന്തിനാണ് ഇയാളെ തല്ലിയത്? സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണ്. സ്വയം പ്രതിരോധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് BNSൽ പറഞ്ഞിരിക്കുന്നു. അയാള് വീട്ടിൽ നിന്ന് ഫാമിലിയുമായിട്ട് ഭാര്യയും മക്കളുമായിട്ട് ബീച്ച് കാണാൻ വന്നതാണ്. അയാളുടെ കുടുംബത്തിൽ അയാളെ മക്കളെയോ ഭാര്യയോ ആക്രമിച്ച വ്യക്തിയാണ് അയാൾ അടിക്കുന്നത്. ഇങ്ങനെ അടിച്ചില്ലെങ്കിൽ അയാൾ വീണ്ടും ആക്രമിക്കും. മനസ്സിലായില്ലേ? അതിന് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ആക്രമിച്ചത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെയാണ് നിങ്ങൾ തടഞ്ഞത്. നിങ്ങൾ കുറ്റക്കാരനാണോ? ഒരിക്കലുമല്ല. കാരണം നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക് ന്യായീകരണമുണ്ട്. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അകാരണമായിട്ട് ഒരാളെ അടിക്കുന്നതായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു. കണ്ട, അകാരണമായി എന്നുള്ളത് തെറ്റിദ്ധരിച്ചു. കാരണം ഉണ്ട്, അത് വേറെ. അതാണ് പറഞ്ഞത്, നിയമത്താൽ ന്യായീകരിക്കപ്പെടുന്നതോ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും കുറ്റകരമാകുന്നില്ല എന്ന് സെക്ഷൻ 17 പറയും. ക്ലിയർ അല്ലേടോ? ഞാൻ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. 14 പറയുന്നത് എന്താണ്? നിയമത്താൽ ബന്ധിതനായൊരു വ്യക്തി അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. ഇപ്പം പറഞ്ഞ അങ്ങനെയല്ല. നിയമപ്രകാരം ന്യായീകരിക്കാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാവുന്ന കാര്യമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയും കുറ്റകരമല്ല, അയാളും ശിക്ഷിക്കപ്പെടുന്നില്ല. സെക്ഷൻ 17, 14, 17 ഇതിനിടയ്ക്കുള്ള 2 വകുപ്പ് നമ്മൾ പിന്നെ പഠിച്ചില്ല. ഏത്? 15ഉം 16 അത് പഠിക്കാൻ പോവുകയാണ്. നോക്കി, ഇത് മനസ്സിലായല്ലോ. ഒരാൾ ക്രൂരമായി മർദ്ദിക്കുന്ന മറ്റൊരു വ്യക്തി ബലപ്രയോഗത്തിൽ തടയുന്നു. മർദ്ദിച്ച വ്യക്തി സ്വയം പ്രതിരോധത്തിനാണ് പ്രവർത്തിച്ചതെങ്കിലും അതിനെ തടഞ്ഞ വ്യക്തി കുറ്റം ചെയ്തില്ല. ക്ലിയർ ആയല്ലോടോ? ആ എക്സാമ്പിളൊക്കെ ഒന്ന് വായിച്ചു പോകാം. ഞാൻ പറയുന്ന എക്സാമ്പിളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ ഒരിക്കലും തെറ്റൂല. അപ്പൊ 2 പൊതു ഒഴിവാക്കലിൽ 14 പഠിച്ചു, 17, 15ഉം 16ഉം പഠിച്ചില്ല. അത് ഒരുമിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നോക്കൂ, നീതിന്യായപരമായ പ്രവൃത്തിയെക്കുറിച്ച്, ഒരു ജുഡീഷ്യൽ ആക്ഷനെ കുറിച്ച് പറയുന്നതാണ് 15ഉം 16ഉം. ജുഡീഷ്യൽ, കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നതാണ് ഈ 2 വകുപ്പുകളിൽ. അതാണ് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. 15 നമുക്ക് നോക്കാം. 15ൽ പറയുന്നത് എല്ലാ IPCയുടെ സെക്ഷനും കൂടെ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചോളുക. അത്രയേ ഉള്ളൂ, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. IPC അങ്ങനെയൊന്നും കയറി ചോദിക്കൂല. ഞാനെങ്കിലും ഓർക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. 77ലാണ് 15. ഇപ്പോഴത്തെ 15 BNSലെ 15ആണ്. കഴിഞ്ഞ IPCയിലെ 77 എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അത് വേണമെങ്കിലും ഉപേക്ഷിച്ചോളൂ. സെക്ഷൻ 15 നീതിന്യായപരമായി പ്രവർത്തിക്കുമ്പോൾ ജഡ്ജിയുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ്. ഒരു ജഡ്ജി തന്റെ ജുഡീഷ്യൽ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ സ്വീകരിക്കുന്ന നടപടികൾ കുറ്റകൃത്യങ്ങളായി കണക്കാക്കില്ല. നോക്കണം, ഒരു ജഡ്ജി അയാളുടെ മുമ്പിൽ വന്ന ഒരു കേസിന് അയാൾക്ക് യുക്തമെന്ന് തോന്നുന്ന രീതിയിൽ ഉത്തമ വിശ്വാസത്തോടുകൂടി ഒരു വിധി പ്രഖ്യാപിച്ചു. പക്ഷെ അത് പാളിപ്പോയി, അത് നീതി നിഷേധമായി പോയി ആരെങ്കിലും എന്ന് കരുതിയിട്ട് ജഡ്ജി കുറ്റക്കാരനാണോ? ഒരിക്കലുമല്ല. നിയമപരമായിട്ട് അയാളുടെ കർത്തവ്യത്തിനിടയിൽ അയാൾ എന്ത് ചെയ്തു? ഉത്തമ വിശ്വാസത്തോടുകൂടി ആയിരിക്കണം അത് ചെയ്തത്. ജഡ്ജി ദുരുദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ജഡ്ജി സമാനം പറയേണ്ടി വരും, ഒഴിവാക്കപ്പെടില്ല. ഇവിടെ ജഡ്ജി പിന്നെ ഈ ജനറൽ എക്സെപ്ഷന്റെ കാറ്റഗറിയിൽ വരികയാണ്. കാര്യം ഒരു ജഡ്ജിക്ക് ഉത്തരവാദിത്വമുണ്ട്, അയാൾക്ക് അധികാരമുണ്ട്. അയാളുടെ മുമ്പിൽ വരുന്ന കേസിൽ അയാളുടെ മുമ്പിൽ വരുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി പ്രഖ്യാപനം നടത്താൻ
പക്ഷെ ആ വിധി പ്രഖ്യാപനം നടത്തുന്നത് ആർക്കെങ്കിലും ദോഷകരമായി ചിലപ്പോൾ സംഭവിക്കും. അത് ഇച്ചിരി അന്യായമായി പോയതായിട്ട് പലർക്കും തോന്നും. നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. പല കോടതി വിധിയും വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ചിലപ്പോൾ. അതായത് യഥാർത്ഥ പ്രതിക്ക് അർഹതപ്പെട്ട ശിക്ഷ ലഭിക്കാതെ പോകുന്നു, പ്രതികൾ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നാറുണ്ട്. എന്നിട്ട് നമ്മൾ ജഡ്ജിയൊക്കെ മനസ്സുകൊണ്ട് തെറിയൊക്കെ പറയുമായിരിക്കാം. പക്ഷെ ജഡ്ജിയെ നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് അയാളുടെ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു ജഡ്ജി തൻ്റെ ജുഡീഷ്യൽ കർത്തവ്യം നിർവഹിക്കുന്നിടയിൽ സ്വീകരിക്കുന്ന നടപടി കുറ്റകൃത്യങ്ങളാകുന്നില്ല. പക്ഷെ ഒരു ക്ലോസ് കൂടെ നിങ്ങൾ മനസ്സിൽ ഓർക്കണം, അത് ഉത്തമ വിശ്വാസത്തോടുകൂടി ആയിരിക്കണം അദ്ദേഹം ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇതാണ് 15. 14, 15, 14. ഇനിയും നിങ്ങൾ ഓർഡർ ഇട്ടോളൂ. 14 എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? നിയമപരമായിട്ടുള്ള ആ നിയമത്താൽ ബന്ധിതനായ ഒരു വ്യക്തി ചെയ്യുന്ന കൃത്യം കുറ്റകരമല്ല. 15 ഒരു ജഡ്ജി, അതുപോലെ തന്നെ ഒരു ജഡ്ജി നിയമപരമായി ചെയ്യുന്ന കൃത്യം കുറ്റകൃത്യമല്ല. 16 പഠിക്കാൻ പോണു. 17 നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാള് നിയമപരമായി നീതീകരിക്കാവുന്ന ഒരു കാര്യം ചെയ്താൽ അതിൽ ആർക്കെങ്കിലും ദോഷം വന്നാലും കുറ്റകരമല്ല എന്ന് പറഞ്ഞു. ഇനി 16 എന്താണ് പറയുന്നത്? അതിൽ 15, 16 ഒരുമിച്ചിട്ട് എന്താണ്? കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കൂ, 16 പറയുന്നത് കോടതിയുടെ ഉത്തരവിന് വിധിന്യായത്തിനോ വിധിന്യായത്തിനോ അനുസൃതമായി ചെയ്യുന്ന പ്രവൃത്തി. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാന് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു കോടതി വിധി നിലനിൽക്കുകയാണ്, കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുകയാണ്, അതിനനുസരിച്ച് ഞാനൊരു പ്രവൃത്തി ചെയ്തു. പക്ഷെ ആ കോടതിക്ക് ആ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. നിങ്ങൾ ആലോചിക്കൂ, ഒരു കോടതി, എല്ലാ കോടതിക്കും അതിൻ്റെതായ അധികാര പരിധി ഉണ്ടല്ലോ. ഈ കോടതി അതിൻ്റെ അധികാര പരിധി ഇല്ലെങ്കിൽ ഒരു വിധി പ്രഖ്യാപിച്ചതാണ്. പക്ഷെ ഞാൻ ആ വിധി അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഞാൻ കുറ്റവാളിയാണോ? ഒരിക്കലുമല്ല. നിലവിലുള്ളൊരു കോടതി വിധിക്ക് അനുസൃതമായിട്ടാണ് എൻ്റെ പ്രവൃത്തി. ഇത് കോടതിയുടെ അധികാര പരിധി ശരിയായിരുന്നോ എന്ന് പിന്നീട് ചോദ്യം ചെയ്യപ്പെടാം. കോടതി അധികാര പരിധി മറികടന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെടാം. അതൊക്കെ പിന്നീടത്തെ കാര്യം. നിലവിലെ ഒരു കോടതി വിധിക്ക് അനുസൃതമായ രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. ആ കോടതിക്ക് ആ വിധി പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി ഇല്ലെങ്കിലും കോടതിയിൽ വിധി വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഞാൻ ഈ ഒഴിവാക്കലിൽ പെടും. ഞാൻ കുറ്റക്കാരനല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇത്തിരി വിശദമായി പഠിക്കണം നിങ്ങൾ. സിമ്പിൾ അല്ലേടോ ഇതൊക്കെ? വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഈ ക്ലാസ് കേട്ടിട്ട് ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് തഞ്ചമായിട്ടിരുന്നു ചിന്തിച്ച് ഈ സെക്ഷൻസ് ഒക്കെ ഒന്ന് ബൈഹാർട്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതൊരു ബിഗ് സവാളയാണ്, ഇതിനകത്ത് ഒന്നുമില്ല എന്ന് തോന്നും കേട്ടോ. യെസ്, അങ്ങനെ നോക്കൂ. അപ്പോ നോക്കൂ, അതപ്പോ ആ കാറ്റഗറി മനസ്സിലായോ? 14, 17, 15, 16 ഒരേ ഈ സമാനമായ സ്വഭാവങ്ങൾ വരുന്നതായതുകൊണ്ടാണ് അതിനെങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പറഞ്ഞത്. ക്ലിയർ ആയോ? യെസ്. അടുത്ത 18ലേക്ക് അപ്പം 14, 15, 16, 17 ആയി കഴിഞ്ഞു. 18ലേക്ക് പോവുകയാണ്. അപകടം, ആക്സിഡന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപകടത്തെക്കുറിച്ച് നിയമപരമായി ശ്രദ്ധയോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അബദ്ധവശാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതൊരു അപകടമായി കണക്കാക്കപ്പെടുന്നു. അത് കുറ്റകൃത്യമല്ല. നിയമപരമായ അടിവരയിടുന്ന വാക്കുകൾ, നിയമപരമായി ശ്രദ്ധയോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അബദ്ധവശാൽ എന്തെങ്കിലും അയാൾക്കൊരു പിഴവ് സംഭവിക്കുന്നു, ആർക്കെങ്കിലും അതൊരു ചെറിയ അപകടത്തിന് കാരണമാകുന്നു. ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഞാൻ എൻ്റെ വീട്ടിൻ്റെ നടയിൽ നിന്നുകൊണ്ട് വിറക് കീറിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. കോടാലി വെച്ച് വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ വേറെ അയൽവക്കക്കാരോ വന്ന് അവിടെ ചുറ്റും നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നു. അവർ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നു, എന്നോട് ഇടയ്ക്ക് സംസാരിക്കുന്നു. ഞാൻ ഈ സംസാരമെല്ലാം കേൾക്കുന്നു. ഞാൻ ഈ കോടാലി വെച്ച് വിറക് വെട്ടി കീറിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം കോടാലി ഊരിത്തെറിച്ച് അവിടെ നിന്ന് ഒരാളുടെ തലയ്ക്ക് വീഴുന്നു, തല പിളർക്കുന്നു, വലിയൊരു അപകടമുണ്ടാകും. ഞാൻ കുറ്റവാളിയാണോ? ഒരിക്കലും ഞാൻ കുറ്റവാളിയല്ല. എന്തുകൊണ്ട്? വളരെ ശ്രദ്ധാപൂർവം നിയമപരമായി ഞാൻ ചെയ്യുകയാണ്. പക്ഷെ ഒരബദ്ധം പറ്റിപ്പോയി.
ഇത് കോടാലി ഊരിയിരിക്കുന്ന കാര്യം എനിക്കറിയില്ല. ഞാൻ നന്നായി ഉറപ്പിച്ചു കൊണ്ടുവന്ന കോടാലിയാണ്. അത് ആർക്കും അപകടം ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അബദ്ധവശാൽ അത് തെറിച്ച് ഒരാളുടെ തലയ്ക്ക് വീണുപോയി. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ കുറ്റവാളിയാണോ? ഒരിക്കലുമല്ല. ഇതുപോലെ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ, നമ്മൾ 2 വീലർ ആകാം, 4 വീലർ ആകാം, റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഇടയ്ക്കെടുത്ത് ചാടി തന്ന് തട്ടി അയാൾ വീഴുകയാണ്, അപകടം സംഭവിക്കുകയാണെങ്കിലോ നമ്മൾ കുറ്റവാളിയാണോ? അല്ല. അയാളെ ഇടിച്ചു തെറിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടോ സംഭവിച്ചതല്ല. ഞാൻ വളരെ ശ്രദ്ധാപൂർവം വണ്ടി ഓടിച്ചു കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് ഒരാൾ എടുത്ത് ചാടി. ഞാൻ എന്ത് ചെയ്യാൻ? ഞാനല്ല, എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇതേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കപ്പെടും, ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഇവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ തെളിയിക്കപ്പെടണം. ഈ ചില എതിർ വക്കീലൊക്കെ ചിലപ്പോൾ ക്രൂക്കഡായിട്ടൊക്കെ പറയും, ഇയാൾക്ക് പണ്ട് വിരോധം ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനായിരിക്കും, അങ്ങനെയൊക്കെ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൊടുക്കും കേട്ടോ. അല്ലാതെ ഇവിടെ നിയമപരമായിട്ട് കുറ്റക്കാരനല്ല. നിയമപരമായി ശ്രദ്ധയോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അബദ്ധവശാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതൊരു അപകടമായി കണക്കാക്കപ്പെടും. അത് അപകടമാണ്. 18 സെക്ഷൻ 18. സെക്ഷൻ 19 അനിവാര്യത, നെസസിറ്റി. ഈ ഒരു കൃത്യം അനിവാര്യമായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം പഠിക്കാനുണ്ടായിരുന്ന ഒരു സെക്ഷനാണ്. 81 IPC 81 സെക്ഷൻ. കുറ്റകരമായ ദുരുദ്ദേശമില്ലാതെ വലിയൊരു ഹാനി തടയാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കാൻ ഇടയായാൽ അതൊരു കുറ്റകരമല്ല. നോക്കടോ, ഒരു വലിയ ഹാനി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ കുറ്റകൃത്യം, അത് കുറ്റകൃത്യമേ അല്ല, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാലാണ് എളുപ്പം മനസ്സിലാവുന്നത്. ഉദാഹരണം കേട്ടിട്ട് ഇത് പഠിച്ചാൽ എളുപ്പമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു ഹൈവേയിലൂടെ 2 വീലർ ഓടിച്ച് വരികയാണ്. നല്ല സ്പീഡിൽ നിങ്ങൾ 2 വീലർ ഓടിച്ച് വരികയാണ്. നല്ല റോഡാണ്, ഓടിച്ച് വരികയാണ്. ഇങ്ങനെ 2 വീലർ ഓടിച്ച് വരുന്ന വഴിക്ക് ഇടയ്ക്ക് നിങ്ങൾ കാണുന്ന കാഴ്ച, ആ ഹൈവേയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കണം. ആ തുറന്നു കിടന്ന ഗേറ്റിലൂടെ ഒരു 2 വയസ്സുകാരൻ കുട്ടി ഒരു ബോളുമായിട്ട് കളിച്ച് നേരെ ഹൈവേയുടെ നടുക്കെത്തി, റോഡിലെത്തി എന്ന് കളിക്കുകയാണ്. ബോൾ ഇങ്ങോട്ട് വന്നത് അവൻ എടുക്കാൻ വേണ്ടി ഓടി ഹൈവേയിൽ വരികയാണ്. നിങ്ങൾ കാണുന്ന കാഴ്ച, ഒരു സൂപ്പർ ഫാസ്റ്റ് പാഞ്ഞു വരികയും ചെയ്യുന്നു എതിർദിശയിൽ നിന്ന്. നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി അങ്ങോട്ട് മറിച്ചിട്ടാലും ശരി, ഓടി വന്ന് ഈ കുട്ടിയെ വലിച്ചെടുത്ത് രക്ഷപ്പെടുത്താനല്ലേ ശ്രമിക്കുള്ളൂ. അങ്ങനെ ഓടി വന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോകാനും സമയം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? പെട്ടെന്ന് നിങ്ങളുടെ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടി വന്ന് ഈ കുട്ടിയെ എടുത്ത് ഇങ്ങോട്ടേക്ക് എറിഞ്ഞിട്ട് നിങ്ങൾ ഉരുണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടിങ്ങി വന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്ത് ചെയ്യും. ഇങ്ങനെ എടുത്ത് എറിഞ്ഞപ്പോ ഈ കുട്ടിയുടെ തല തൊട്ടടുത്ത മതിലിൽ വന്ന് ഇടിച്ചു, തല പൊട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു കുട്ടിയുടെ തല അടിച്ച് പൊട്ടിച്ചു എന്ന് ആരെങ്കിലും പറയുമോ? ഇവിടെ എന്താണ്? വലിയൊരു ഹാനി നിങ്ങളിത് ചെയ്തില്ല എങ്കിൽ സൂപ്പർ ഫാസ്റ്റ് കൊണ്ടുപോയനെ ആ കുഞ്ഞിനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വലിയ ഹാനി തടയാൻ വേണ്ടി നിങ്ങൾ അവസരോചിതമായി ഇടപെട്ടൊരു ചെറിയ കുറ്റം ഇവിടെ നടന്നു. കുറ്റം എന്ന് പറയാമെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞോളൂ, ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറയാം. പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ അത് കുറ്റമല്ല. ആ രക്ഷകർത്താക്കൾ പോലും നിങ്ങളെ അഭിനന്ദിക്കുകയേ ഉള്ളൂ, ഇല്ലേ? ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പറയുമോ? ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ കേസുമായിട്ട് പോവുമോ? എൻ്റെ കുഞ്ഞിന്റെ തലയടിച്ച് പൊട്ടിച്ചു എന്ന് പറയൂലല്ലോ. അതാണ് ഇവിടെ ഒരു വലിയ ഹാനി ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് ചെറിയൊരു പ്രവൃത്തി, ചെറിയൊരു ഹാനി, അത് കുറ്റകരമല്ല. ഇനി ഞാൻ പറയട്ടെ, ഇതൊരു ഇൻഡിപെൻഡന്റ് കേസായിട്ട് നിങ്ങൾ മാറ്റി നോക്കൂ. നിങ്ങൾ വഴിയേക്ക് പോയപ്പോൾ ചുമ്മാ ഒരു കുട്ടി അവിടെ നിൽക്കുന്നു, ആ കുട്ടിയുടെ തല നിങ്ങൾ അടിച്ച് പൊട്ടിച്ചു, അത് കുറ്റമാണ്, അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഒരുപാട് റെസിഡൻസ് ഏരിയ ആണെന്ന് വിചാരിക്കുക, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി. ആ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തകർ വന്ന് തീ അണച്ചുകൊണ്ടേ നിൽക്കുന്നു. തീ പടർന്ന് പിടിക്കുകയാണ്. അപ്പൊ ആ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ പരമാവധി നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് 2 ചെറിയ വീടുകളുണ്ട്. ആ വീട് തീ പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ആ 2 വീടിനെ അങ്ങ് അടിച്ച് കളഞ്ഞു. തീ അങ്ങോട്ടേക്ക് വ്യാപിക്കുന്നത് തടഞ്ഞു. നോക്കൂ, ഇവിടെ നിങ്ങൾ ചെയ്തത് എന്താണ്? വലിയൊരു ഹാനി. അത് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ 100 കണക്കിന് വീടുകൾ കത്തിയനെ വീണ്ടും. നിങ്ങൾ പെട്ടെന്ന് അവിടെ അതിനൊരു ബ്ലോക്ക് ചെയ്തു. ബ്രേക്ക് ദി ചെയിൻ എന്നൊക്കെ നമ്മൾ
കേട്ടതുപോലെ അവിടെ ബ്രേക്ക് ചെയ്തു നിങ്ങൾ, അല്ലേ? അപ്പൊ അത് ഒരിക്കലും ഒരു കുറ്റകരമല്ല, അത് എക്സെപ്ഷണൽ കേസാണ്. ഇതിന്ന് ജനറൽ എക്സെപ്ഷനിൽ വരുന്നതാണ്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചുമ്മാ ഇരുന്ന 2 വീട് നിങ്ങൾ അടിച്ചു തകർത്തു, അത് കുറ്റകൃത്യമാണ്, അല്ലെ? ഇവിടെ കുറ്റകൃത്യം അത് അനിവാര്യതയാണ്, നെസസിറ്റിയാണ്. അപ്പൊ ഒരു കുറ്റകൃത്യമാണെങ്കിലും അത് അനിവാര്യതയായിട്ട് വരുന്നാൽ അത് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്ന് പറയുന്നത് സെക്ഷൻ 19. കിട്ടിയോ? അടുത്തത് 20-21. 20-21 പറയുന്നത് ഇൻഫാൻസി അഥവാ ശൈശവ കുട്ടികളെ കുറിച്ച് പറയുന്ന 2 വകുപ്പുകളാണ്. നോക്കൂ, 20 പറയുന്നത് 7 വയസ്സുവരെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നത് ഒന്നും കുറ്റകൃത്യമല്ല. 7 വയസ്സുവരെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കുറ്റകരമല്ല എന്ന് പറയുന്നത് സെക്ഷൻ 20. ഇത് 82 IPC കിടന്നിരുന്നത്. ഞാൻ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 20 പറയുന്നു 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്നത് ഒരു പ്രവൃത്തിയും കുറ്റകരമല്ല. ആണോ? നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെ ഉള്ള കുട്ടികൾ, നിങ്ങളുടെ വീട്ടിനകത്ത് ഉള്ള കുട്ടികളൊക്കെ നിങ്ങൾ നോക്കൂ, 2-3 വയസ്സായ കുട്ടികൾ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ വീട്ടിൽ ഇരുന്ന് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു കുഞ്ഞ്, നിങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ കുഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള കുഞ്ഞാകാം, നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടിയാണ്, കുട്ടിക്കും നിങ്ങളെ വളരെ ഇഷ്ടമുള്ള ആളാണ്, വളരെ സ്നേഹവും സൗഹൃദമായിട്ടുള്ള കുട്ടിയാണ്, നിങ്ങൾ ലാളിക്കുന്ന കുട്ടിയാണ്, നിങ്ങൾ അടുത്തിരുന്ന് കളിക്കുകയാണ്. പക്ഷെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ കയ്യിൽ കളിപ്പാട്ടം എന്ന് പറയുന്നത് JCB അതുപോലെയുള്ള വലിയ വലിയ നല്ല ഭാരമുള്ള കളിപ്പാട്ടങ്ങളൊക്കെയാണ്. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് കണ്ട് എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അല്പം കഴിയുമ്പോൾ ടബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ JCB എടുത്ത് നിങ്ങളുടെ തലയ്ക്കിട്ട് ഒരൊറ്റ അടി ആ ഉണ്ണി അല്ലെങ്കിൽ ആ കുഞ്ഞ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ തല പൊട്ടി ചോര ഒലിക്കുന്നു. ആ കുട്ടി ചെയ്തത് നിങ്ങൾ കേസ് കൊടുക്കാൻ പറ്റുമോ? ആ കുട്ടിക്ക് എതിരെ അവർ ഒരു ക്രൈം ചെയ്തു എന്ന് പറഞ്ഞ് ആ കുട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കുറ്റകരമല്ല എന്ന് പറയുന്നതാണ് 20. ഓക്കെ അല്ലേ? സിമ്പിളല്ലേ ഉണ്ടോ ഇതൊക്കെ? എന്ത് എളുപ്പം പഠിക്കാൻ. ആ സെക്ഷൻസ് മനസ്സിലൊന്ന് ഒതുക്കിയിട്ടിരുന്നാൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും. സെക്ഷൻ 21 പറയുന്നത് 7 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി ഒരു പ്രവൃത്തി ചെയ്താൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം, അനന്തരഫലം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പക്വത വന്നിട്ടില്ല എങ്കിൽ പ്രസ്തുത കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകൃത്യമല്ല. കണ്ട, ഇവിടെ ഒരു കണ്ടീഷൻ വരികയാണ്. സെക്ഷൻ 20 അൺകണ്ടീഷണൽ ആണ്. 7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും കുറ്റകരമല്ല. പക്ഷെ 21 ഒരു കണ്ടീഷൻ പറയാണ്. 7നും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ വരും വരായികളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പക്വത ആ കുട്ടിക്ക് കൈവന്നിട്ടില്ല എങ്കിൽ ആ കുട്ടി ചെയ്ത പ്രവൃത്തി കുറ്റകരമല്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കണ്ടീഷൻ കണ്ടോ? എതിർ വക്കീല് ചിലപ്പം വാദിക്കും, ഇത് പക്വത വന്ന കുട്ടിയാണ്. അയാൾ ഇപ്പോൾ ഒരു 10 വയസ്സായ കുട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ പറയും ഇത് മനഃപൂർവ്വം ചെയ്താണ്, ഈ കുട്ടിക്ക് നല്ല കാര്യപ്രാപ്തിയുള്ളതാണ്. അയാൾ തെളിവ് കൊണ്ടുവരും. കുട്ടിയുടെ സ്കൂളിലെ ഈ കുട്ടിയുടെ പെർഫോമൻസ് ഒക്കെ അയാൾ വേണമെങ്കിൽ ചെന്ന് കണ്ടെത്തും. അപ്പൊ നല്ല രീതിയിലുള്ള ഇവിടെ സയൻസ് എക്സിബിഷനൊക്കെ അവൻ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ വലിയ ഇന്റലിജന്റ് ആയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷനൊക്കെ അവൻ വലിയ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നു. അവിടെ മൊത്തത്തിലുള്ള അവന്റെ പെർഫോമൻസ് വളരെ പക്വത വന്ന ഒരു കുട്ടിയുടെ പെർഫോമൻസ് നടത്തിയ വ്യക്തിയാണ് എന്ന് തെളിവുമായിട്ട് വന്നാൽ ഈ കുട്ടി കുടുങ്ങും. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? 7നും 12 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ വരും വരായികളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള മാനസികമായ പക്വത വന്നിട്ടില്ലെങ്കിൽ മാത്രം ആ കുട്ടി കുറ്റവാളിയാകുന്നില്ല. സെക്ഷൻ 21 പഠിക്കണേ, മറന്നു പോകരുത്. ഇനി നോക്കൂ, ഇൻസാനിറ്റി, ചിത്തഭ്രമം 22 ഓർഡറായിട്ട് പറയാണ്. 22 14 മുതൽ 22 വരെ ഒന്നും ഒഴിവാക്കാതെ പറയാണ്. 44 വരെ അങ്ങനെ തന്നെ വേണം. നോക്കൂ, 22 എന്താ പറയുന്നത്? 22 പറയുന്നത് കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല. ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യണം, അവന് നിർണയശേഷിയില്ല, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള മാനസികാരോഗ്യമില്ല, അവൻ അൺസൗണ്ട് മൈൻഡാണ്, ഇൻസാനിറ്റി എന്ന് നമ്മൾ പറയും. അവന് ശരിക്ക് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയില്ല, അവൻ ഭ്രാന്ത് ബാധിച്ചവനാണ്. അവനെ കുറ്റവാളിയാക്കാൻ പറ്റുമോ? നമുക്ക് ഒരു രീതിയിലും അവനെ കുറ്റവാളിയാക്കാൻ പറ്റില്ല.
ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം, അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരും. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഒരു രാത്രി ഒരു 11 മണിയൊക്കെ ഞാൻ ഒരു ആവശ്യത്തിനൊക്കെ പോയിട്ട് ഞാൻ 1-2 സുഹൃത്തുക്കളും കൂടി അവിടെ നിൽക്കുകയാണ്. അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു ഫാമിലി ഒരു കാറിൽ, നല്ലൊരു കാറ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവർ പുതിയ കാറ്, അവർ എനിക്ക് തോന്നുന്നു വേഗണാർ എന്തോ ആണ്, ഒരു പുതിയ കാർ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവർ ഹോട്ടലിലേക്ക് കയറി ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അപ്പം ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി എന്തോ സംസാരിച്ച് ഞങ്ങളോട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ച, അതുവഴി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു തലയ്ക്ക് സ്ഥിരതയില്ലാത്തൊരു വ്യക്തി, കയ്യിലൊരു ഇരുമ്പ് ദണ്ടുണ്ട്. അയാൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ കാറിന്റെ ഗ്ലാസ്സിലിട്ട് 2 കുത്ത്, ഇതിന്റെ ബോഡിയിൽ ഇങ്ങനെ ഉരച്ചുകൊണ്ടൊരു പോക്ക്. ഞങ്ങളെല്ലാം കൂടി അത് കണ്ട ഉടനെ തന്നെ അയാളൊന്ന് വിരട്ടി, അയാളെപ്പോഴും തന്നെ അങ്ങ് ഓടി മറയുകയും ചെയ്തു. ആ വീട്ടുകാർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു ഗ്ലാസ് ഏതാണ്ട് തകർന്നിരിക്കുന്നു, ഇവിടെ അതിൻ്റെ പെയിന്റ് മൊത്തം ആ ഭാഗത്ത് ഇളകിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കേസിൽ അവനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ചിത്തഭ്രമം ബാധിച്ച ഒരു വ്യക്തി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഒരിക്കലും കുറ്റകരമാകുന്നില്ല. അതുകൊണ്ടാണ് ചില കുറുക്കട്ടായിട്ടുള്ള ചില വക്കീലന്മാർ ചില പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കും, ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലായിരുന്നു എന്ന്. ഒരു കുഴപ്പമില്ലായിരുന്ന വ്യക്തിയാകാം, നല്ല സൗണ്ട് മൈൻഡുള്ള വ്യക്തിയാണ്, പക്ഷെ കേസിൽ നിന്ന് ജയിക്കാൻ വേണ്ടി പറയും ഇയാൾ കുറ്റകൃത്യം ചെയ്ത സമയത്ത്, ആ സമയത്ത് മാത്രം, ഇപ്പം കുഴപ്പമൊന്നുമില്ല, ആ സമയത്ത് അയാൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ പറ്റിപ്പോയതാണ്. അതൊക്കെ വലിയ പാടാണ് അങ്ങനെയൊക്കെ തെളിയിക്കാൻ, മനസ്സിലാകുന്നുള്ളൂ. ആ സമയത്ത് ചിത്തഭ്രമം ബാധിച്ച വ്യക്തിക്ക് ആയിരിക്കണം. ഇനി നോക്കുക, അതെല്ലാം കഴിഞ്ഞ് അയാൾ സുഖപ്പെട്ടു വന്നിരിക്കും, കേസിന്റെ വിധിയൊക്കെ വരാറാകുമ്പോൾ, കേസിന്റെ ട്രയലൊക്കെ നടക്കുമ്പോൾ അയാൾ അസുഖമൊക്കെ മാറിയെന്നിരിക്കട്ടെ, എന്നാലും അയാൾ രക്ഷപ്പെടും. കാരണം പ്രവൃത്തി ചെയ്ത സമയം അയാൾ സ്ഥിര ബോധമില്ലാതായിരുന്നു. ഏതിൽ പറയുന്നു? 22. ക്ലിയറായോ? ഇത് ക്ലിയറായോ? ഇനി 23ഉം 24ഉം ഇൻടോക്സിക്കേഷനെ കുറിച്ച്, ലഹരിയെ കുറിച്ച് പറയുന്നതാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 23-ല് ഒഴിവാക്കൽ പറഞ്ഞിട്ട് അതിനൊന്ന് സാധൂകരിക്കാൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് 24-ൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കയറി ഒഴിവാക്കലിന്റെ ഇടയിൽ അതെങ്ങനെ വന്നു എന്ന് ചോദിക്കരുത്. ഒന്നുകൂടി അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയും നമ്മൾ ഒഴിവാക്കുന്നതിന്റെ കാര്യം പറയും. എങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കപ്പെടാമെന്ന് പറയാം. ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നോക്കൂ, ഒരു വ്യക്തിക്ക് 23-ൽ പറയുന്നത് ഇൻടോക്സിക്കേഷൻ ആണ്. ഒരു വ്യക്തിക്ക് അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ലഹരി വസ്തു നൽകുകയാണെങ്കിൽ ആ ലഹരിയുടെ ഉപയോഗം കാരണം അയാൾ ചെയ്യുന്ന പ്രവൃത്തി നിയമവിരുദ്ധമാണെങ്കിലും കുറ്റകരമല്ല. ആ പ്രവൃത്തി നിയമവിരുദ്ധമാണ്. പ്രവൃത്തി മാത്രം എടുത്ത് നോക്കിയാൽ നിയമവിരുദ്ധമാണ്. കാരണം നോക്കൂ, നിങ്ങളുടെ ചിലപ്പം സുഹൃത്തുക്കളെന്ന് ചമഞ്ഞ് കുറെ ആൾക്കാർ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വിളിച്ചു കൊണ്ടുപോയി ആ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ ജ്യൂസോ മറ്റോ ഒക്കെ നിങ്ങൾക്ക് തരുന്നു. ആ ജ്യൂസിൽ ലഹരി പദാർത്ഥം കലർത്തിയിരിക്കുന്നു. അത് കഞ്ചാവാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി വസ്തുവാകാം, അല്ലെങ്കിൽ മദ്യമാകാം. ഇങ്ങനെ നിങ്ങൾക്ക് ആ ലഹരി വസ്തു നിങ്ങൾ അറിയാതെ ഉള്ളിൽ ചെല്ലുന്നു. ആ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ അതിന് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറയും അതല്ല, ഇത് പ്രത്യേക സാധനമാണ്, ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. ഇനി അല്ല, അതിന് നിങ്ങൾ വിസമ്മതിച്ചാൽ ബലപ്രയോഗത്തിലൂടെ നിങ്ങളുടെ വായിൽ അത് ഒഴിച്ചു തരുന്നു. ഈ സാഹചര്യത്തിൽ ഇതൊരു ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആണ്, അല്ലേ? ഞാൻ ഇൻവോളണ്ടറി എന്നൊരു വാക്ക് അവിടെ ഇട്ടുണ്ട്. ഇൻവോളണ്ടറി, നമ്മൾ ബോധപൂർവം സ്വമേധയാൽ ചെയ്യുന്നതല്ല, ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ നമ്മൾ വിധേയനായി പിന്നെ നമുക്ക് നിർണയശേഷിയില്ല. പിന്നെ ചിലപ്പോൾ അയാൾ ആ കൂട്ടുകാരെന്ന് പറയുന്ന ആ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കത്തി തരുമായിരിക്കാം, എന്നിട്ട് നിങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാം, അവരും കൂടെ വരും. അടിയിടാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ ആരെങ്കിലും അടിക്കും, കുത്താൻ പറയുമ്പോൾ അറിയാതെ കുത്തും. നിങ്ങൾ ഒരിക്കലും കുറ്റവാളിയാകുന്നില്ല അത്തരം പ്രവൃത്തി ചെയ്താൽ. പക്ഷെ ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആയിരിക്കണം എന്ന് നിങ്ങൾ വ്യക്തമായി ഓർക്കുക. ഇതിനൊന്ന് സാധൂകരിക്കാനാണ് 24-ലൊരു കാര്യം പറയുന്നത്. അത് വോളണ്ടറി ഇൻടോക്സിക്കേഷനെ കുറിച്ച് പറയുന്നതാണ്. ലഹരിയിലായ ഒരാൾക്ക് പ്രത്യേക ഉദ്ദേശമോ, ഇവിടെ ഉദ്യോഗമോ എന്നാണ് കിടക്കുന്നത്, നിങ്ങൾ തിരുത്തി വായിച്ചോളാം. ഉദ്ദേശമോ, ലഹരിയിലായ ഒരാൾക്ക് പ്രത്യേക ഉദ്ദേശ്യമോ അറിവോ ആവശ്യമുള്ള ഒരു കുറ്റകൃത്യം. അവിടെ നോക്കൂ, 2 വാക്കുകൾ, ഉദ്ദേശ്യമോ അറിവോ ആവശ്യമുള്ള ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നതാണ്. അത് ഞാൻ പറയാം. ഇപ്പൊ നോക്കൂ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നത്
ഇന്റൻഷണലി ആണെങ്കിൽ, ബോധപൂർവമാണെങ്കിൽ, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് ബോധപൂർവമാണെങ്കിൽ അത് ചെയ്യണമെന്ന ഉദ്ദേശം, അതാണ് നമ്മൾ ബോധപൂർവം എന്ന് പറയുന്നത്. ആ കുറ്റത്തെക്കുറിച്ചുള്ള നോളജ്, അറിവും നമുക്കുണ്ട്. ഈ പ്രവൃത്തി ചെയ്താൽ എന്ത് കുഴപ്പം എന്നറിയാം. അതെപ്പോഴാണ്? നമ്മൾ സ്വബോധത്തിലിരിക്കുമ്പം, ലഹരിക്കൊന്നും അടിമപ്പെടാതിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ദൂഷ്യഫലം എന്താണ്. ഇനി അത് ബോധപൂർവം ആ ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്തു. ഇവിടെ ഇത് എന്തിനാണ് ഈ രണ്ട് വാക്കുകളോട് ഉപയോഗിച്ചതെന്ന് അറിയാമോ? ഒരു വ്യക്തി സ്വമേധയാൽ ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്താൽ ഇങ്ങനെ പരിഗണിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ പരിഗണിക്കും? അത് അറിവും ഉദ്ദേശവും ഉണ്ടായിരുന്നു. നിങ്ങളും ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങളെ പരിഗണിക്കുന്നത് അതുപോലെ പരിഗണിക്കുള്ളൂ. സ്വമേധയാൽ ലഹരി ഉപയോഗിച്ച് ഒരു കുറ്റകൃത്യം ചെയ്താൽ അറിവും ഉദ്ദേശവും ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ, വീട്ടിൽ ഇരിക്കുകയാണ്, ആരും നിങ്ങളെ നിർബന്ധിച്ചില്ല, ആരും നിങ്ങളെ പറ്റിച്ചിട്ട് ലഹരി തന്നതല്ല. നിങ്ങൾ രണ്ടെണ്ണമൊക്കെ അടിച്ച്, വേണമെങ്കിൽ അതിൽ കഞ്ചാവും ഒക്കെ വലിച്ച് മൊത്തം ആ വലിയ വേറെ ഏതോ ഒരു ലോകത്തേക്കൊക്കെ നിങ്ങളെത്തി. നിങ്ങൾക്ക് യാതൊരു നിർണയശേഷിയുമില്ല. അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് കരയുന്നു, അതിന് മരുന്ന് കൊടുക്കാനായിട്ട് ആരോ പറയുന്നു. നിങ്ങൾ ഉടനെ തന്നെ അവിടെ ചെന്നിട്ട് ഒരു കുപ്പി എടുക്കുന്നു, തുറന്നു 2 അടപ്പ് കുഞ്ഞിന് കൊടുക്കുന്നു. കൊടുത്തത് മരുന്നായിരുന്നില്ല, പോയിസൺ ആയിരുന്നു. നിങ്ങൾക്കറിയില്ല, ബോധപൂർവം ചെയ്തതല്ല. പക്ഷെ നിങ്ങൾ എന്തായിട്ട് പരിഗണിക്കുമെന്ന് അറിയോ? അറിവോടും ഉദ്ദേശത്തോടു കൂടി ചെയ്ത പ്രവൃത്തിയായിട്ട് കാണും. കാരണം നിങ്ങൾ മദ്യപിച്ചില്ലായിരുന്നുവെങ്കിൽ, ലഹരിക്ക് അടിമപ്പെട്ടു പോയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ നിയമം പരിഗണിക്കുമോ അതുപോലെ വോളണ്ടറി ഇൻടോക്സിക്കേഷന്റെ കാര്യത്തിൽ പരിഗണിക്കുകയുള്ളൂ എന്നാണ് 24 പറയുന്നത്. ഇനി ഇത് സംഭവിച്ചത്, ഒഴിവാക്കലിൽ നമുക്കൊന്ന് നിൽക്കാം, ഇത് സംഭവിച്ചത് മറ്റാരുടെയെങ്കിലും പ്രവൃത്തി മൂലമാണെങ്കിൽ നിങ്ങൾ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും. 24 ക്ലിയറായോടോ? ക്ലിയറായോ? ഇത് ക്ലിയറായോ? അപ്പോ സുഹൃത്തുക്കളെ, 24 വരെയുള്ളത് നമുക്ക് പഠിച്ചു. ഇനിയും ഉണ്ട്. അപ്പൊ ഇത് അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം 25 മുതൽ ബാക്കി നമുക്ക് പഠിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കതൊരു ബോറടി തോന്നാം. അതുപോലെ കുറേശ്ശെ പഠിച്ചു പോയാൽ അത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ആദ്യ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ടോപ്പിക്ക് നമ്മൾ തീർത്തു. ഇത് പകുതിയിൽ ഞാൻ നിർത്തിയാണ്. ഇനി അടുത്ത ക്ലാസ് ഒരു ക്ലാസ് കൂടി എടുത്ത് നമുക്ക് ഈ പൊതു ഒഴിവാക്കൽ അവസാനിപ്പിക്കാം. അപ്പം പൊതു ഒഴിവാക്കൽ 2 ക്ലാസ്സുകളായിട്ട് എടുത്താലാണ് കൂടുതൽ എഫക്റ്റീവായിരിക്കും എന്ന തോന്നൽ കൊണ്ടാണ് ഞാൻ ഇവിടെ വച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ 14 മുതൽ 24 ഒരു 10 എണ്ണം അല്ലെ, 14 മുതൽ 24 വരെയുള്ള സെക്ഷൻസ് നിങ്ങൾക്ക് നന്നായി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതമാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ക്ലാസ് ഇങ്ങനെ ആവർത്തിച്ച് കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ സ്വയം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അങ്ങനെ നിരവധി പ്രാവശ്യം ഒന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ചുമ്മാ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇങ്ങനെ ആരെങ്കിലും ഒന്ന് വിശദീകരിച്ച് അതിൻ്റെ ഉദാഹരണ സഹിതം വിശദീകരിക്കുമ്പോൾ ഈ ടോപ്പിക്ക് ഈസിയായി നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ തുടർ ഭാഗമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.